കേരളം കണ്ട ഏറ്റവും വലിയ സമരങ്ങൾ ഇരുപക്ഷത്തു നിന്ന് നയിച്ച നേതാക്കളാണ് കെ കരുണാകരനും നായനാരും ഒക്കെ പറയുമ്പോൾ. പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം പലപ്പോഴും ഈ പുതിയ കാലത്ത് സാധ്യമല്ല. പുതിയ കാലത്ത് നമ്മൾ ശ്രീ പിണറായി വിജയനും അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനും ഒക്കെ ഇരുപക്ഷങ്ങളിൽ നിൽക്കുമ്പോഴും ഇരുവരും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ ഇത്രയധികം പകർത്തപ്പെടുന്നില്ല. ചിലപ്പോൾ അവരുണ്ടെന്നൊക്കെ പറയുമായിരിക്കാം, പക്ഷെ പൊതുജനങ്ങളുടെ മുന്നിൽ ഇവരെ കാലഘട്ടത്തിൽ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന് ഒരുപാട് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ ഇപ്പൊ നായനാർക്കെതിരെ നിൽക്കുന്ന മനോരമ പോലും ഈ ഒരു ഫീച്ചറുകളൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. മറ്റു പത്രങ്ങൾ അതുപോലെ കൊടുക്കാറുണ്ടായിരുന്നു. ഈ ആത്മബന്ധം വളരെ പ്രശസ്തമാണ്. ഏഷ്യാനെറ്റിലാണെങ്കിലും കൈരളിയിലാണെങ്കിലും ഒക്കെ ഇത് കാണാറുണ്ട്. പക്ഷെ ഈ ഒരു കാലത്ത് എന്തുകൊണ്ടാണ് ഈ പൊതുപ്രവർത്തകർ തമ്മിലുള്ള ഈ ഒരു ആത്മസൗഹൃദം ഇല്ലാതാവുന്നത്? ആൾക്കാരെ മനസ്സൊക്കെ കുറെ മാറി. കുറെ ഞാൻ പറഞ്ഞില്ലേ, കുറെ വിഷങ്ങൾ പലരുടെ ഉള്ളിലും കയറിയിട്ടുണ്ട്. പണ്ടൊന്നും അതില്ല. ഇന്നും ഞാൻ കണ്ണൂർ പോയാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യനെ കണ്ടിട്ടേ ഞാൻ വരുള്ളൂ. അത് കാണുമ്പോൾ ആ സ്നേഹം ഉണ്ടല്ലോ, അത് ഒരു തുറന്ന മോളേന്നും പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. എൻ്റെ അമ്മയൊക്കെ കെട്ടിപ്പിടിക്കണ മാതിരി എനിക്ക് തോന്നുന്നു. എന്നിട്ട് എന്നെ അന്ന് ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ ആൾക്ക് നടക്കാൻ അത്ര ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എന്നെ പിടിച്ച് ഓഫീസ് റൂമിൽ കൊണ്ടുപോയപ്പോണ്ട് അമ്മ മരിച്ചിട്ടുള്ള അമ്മയുടെ ഒരു ഫംഗ്ഷന് വന്നിട്ടുള്ള ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിൽ വെച്ചിട്ടുള്ള ഒന്ന് അച്ഛനും അദ്ദേഹവും ആൻറ്റിയും കൂടിയിട്ടുള്ള. അപ്പം അത്രയും ഒരു ആത്മബന്ധം ഇന്നത്തെ കാലത്ത് ആർക്കും ഇല്ല. ഇന്നത്തെ കാലത്ത് സ്വന്തം കാര്യങ്ങൾക്കാണ് താല്പര്യം കൂടുതൽ. മറ്റേത് പാർട്ടിക്ക് വേണ്ടി വഴക്കൂടും, പക്ഷെ വ്യക്തിപരമായിട്ട് എൻ്റെ അച്ഛന് ഇത്രയും വേറെ പാർട്ടികളിൽ ബന്ധം ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല. ഇപ്പം ഡൽഹിയിലൊക്കെ പോകുമ്പോൾ വരുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ, അമ്മ മരിച്ച പിന്നെ ഞാനായിരുന്നു 17 കൊല്ലം അച്ഛൻ്റെ കൂടെ. ഞാൻ അങ്ങനെയാണ് എനിക്ക് പല നേതാക്കന്മാരെയും എനിക്കറിയാം. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ അപ്പം അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന ഒന്നും മുഴുവൻ കോൺഗ്രസ്സുകാരായിരിക്കില്ല, വേറെ പാർട്ടിയിലത്തെ ആൾക്കാരാണ്. പക്ഷെ അച്ഛൻ ഭയങ്കര ബന്ധം അവരൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ ഞാൻ BJP-യിലേക്ക് എത്തിയപ്പോഴും പല നേതാക്കളും എൻ്റെ അച്ഛനെ പറ്റിയിട്ട് അവിടെ ചെല്ലുമ്പോൾ പറയാം, അത്ര റെസ്പെക്റ്റോടുകൂട്ട് അവർ അച്ഛനെ പറ്റി സംസാരിക്കുക. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും, അച്ഛന് കോൺഗ്രസ്സിൽ മാത്രമല്ല ഇവരൊക്കെ ആയിട്ട് ഇത്ര ബന്ധമായിരുന്നു.